ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ക്ലബ് M20. ദിസ് ഇസ് മീ ആദിത്യ. അപ്പോൾ എല്ലാവരും ഈ മഞ്ഞത്ത് എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം തണുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു സമയത്ത് ഉറങ്ങിക്കിടക്കാനാണ് പലർക്കും തോന്നുക. അങ്ങനെ തോന്നാൻ കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം അത്രയും ഞാൻ ഉറക്കത്തെ സ്നേഹിക്കുന്നു. ബെഡിനെ വിട്ടു വീഴാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. എന്തായാലും ഇപ്പോൾ കട്ടിനടിച്ചിരിക്കാൻ അതുകൊണ്ട് കുറച്ച് ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരും അടുക്കളയിലാണോ? ചേട്ടന്മാരും എന്ന് കൂടി ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഷെയർ ചെയ്തിട്ട് ചെയ്യണ പല ഫാമിലി ഉണ്ട് കേട്ടോ. നമ്മള് ഈ ചേച്ചിമാർക്ക് ഈ കിച്ചണിൽ മാത്രം, ചേട്ടന്മാർക്ക് പത്രമാക്കി ചായ കുടി, ഇത് മാത്രമായിട്ടുള്ള ഒതുങ്ങണ ഫാമിലി അല്ലാണ്ട് ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന പല ഫാമിലികളും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. യെസ്, ദിസ് ഈസ് ക്ലബ് M20 ആൻഡ് ദിസ് ഇസ് മീ ആദിത്യ. അൺലിമിറ്റഡ് ടോക്സ് ഓൺലി. ഓക്കെ, നമുക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലവിനെ കുറിച്ചാണ്. ലവിനെ കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കവികളും കഥകളിലും കവിതകളിലും അതുപോലെ തന്നെ നോവലുകളിലും അങ്ങനെ കുറേ കാര്യങ്ങളിലായിട്ട് ചിത്രകലയിലും ആണെങ്കിലും അതെ ഇങ്ങനെ വരച്ചിട്ടുകയാണ് പ്രണയത്തിനെ കുറിച്ച്. നമ്മൾ പണ്ട് കാലം മുതലേ നമ്മുടെ എല്ലാ ഹോളി ബുക്സിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ലവിനെ കുറിച്ച് ഭയങ്കര പ്യുവറായിട്ട് മാജിക്കലായിട്ട് മിസ്റ്ററി ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും പ്യുവറായിട്ടുള്ള ഒരു സാധനം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? സോ നമുക്ക് ഇപ്പോൾ കുറച്ച് കോളേഴ്സ് വരും. കോളർ വരുന്നുണ്ട്. കോളർ വന്നു. ഓക്കെ, ഹലോ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണിത്? എൻ്റെ പേര് അൻവർ. അൻവർ എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്നാണോ? അൻവർ എന്ത് ചെയ്യുന്നു? എനിക്ക് ജോലിയുണ്ട്, എഞ്ചിനീയറാണ്. എഞ്ചിനീയർ ആണോ? ഓ നൈസ്. ഇന്നത്തെ കാലത്തൊക്കെ എഞ്ചിനീയേഴ്സിന് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സിറ്റുവേഷൻ അറിയാലോ. കാരണം ജോലിയും കൂലില്ലാണ്ട് ഒരുപാട് എഞ്ചിനീയേഴ്സ് അതിന് ഇതിനെ അലിഞ്ഞിരുന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 2 വർഷമോ 3 വർഷമോ? 2 വർഷം. ഓക്കെ. അപ്പൊ ഫാമിലി ഒക്കെ എങ്ങനെയാ? ലൈഫ് എങ്ങനെ പോകുന്നു? കൊറോണ ഒക്കെ എങ്ങനെ പോകുന്നു? കൊറോണ അങ്ങനെ പോകുന്നു. നമ്മൾ നമ്മുടെ വഴിക്കും പോകുന്നു. അപ്പൊ മാരേജ് കഴിഞ്ഞതാണോ? അതെ, മാരേജ് കഴിഞ്ഞതാണോ? ഓക്കെ. ലവ് മാരേജ് ഓർ അറേഞ്ച്മെന്റ്? ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. ഓ, ഇപ്പൊ എങ്ങനെ പോകുന്നു? ചേച്ചി മറ്റേ ലവ് ചെയ്ത് നടന്നിരുന്ന കാലത്തെ പോലെ തന്നെ പ്രണയിച്ച് നടന്നിരുന്ന നിങ്ങളുടെ ആ പൂമ്പാറ്റകളെ പോലെ പറന്ന് നടന്നിരുന്ന ആ കാലത്തെ പോലെ തന്നെയാണോ ചേച്ചി ഇപ്പോഴും പെരുമാറുക? അതെ അതെ. അതെയോ? ഓ, ലക്കി ലക്കി, റിയലി ലക്കി. അത് നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്ന് കേൾക്കാൻ താല്പര്യം. ഒന്ന് ചുരുക്കി പറയാവോ? 5-6 വർഷം പ്രണയിച്ചു നടന്നു. ആ, പിന്നെ വീട്ടിൽ പോയി ചോദിച്ചു. വീട്ടിൽ പോയി ചോദിച്ചു, തരില്ല പറഞ്ഞു. തരില്ല പറഞ്ഞു? അയ്യോ, അത് മോശമായിട്ടോ. ആ സമയത്ത് ജോലി ഒന്നും ഉണ്ടായില്ല. ആ, അപ്പൊ പിന്നെ തീരത്തില്ല. ജോലിയൊക്കെ പോയി ഉണ്ടെങ്കിലാണ് പോയി ചോദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടാ. ജോലി ഉണ്ടായിട്ടൊന്നും തരില്ല പറഞ്ഞു. അതെന്താ? ഓ, അത് മോശമായി. അത് അവള് വേറെ കാസ്റ്റ് ആയിരുന്നോ? യെസ്. ഓ, ചേട്ടൻ മുസ്ലിം ആയിരുന്നല്ലേ? യെസ്. എന്നിട്ട് അങ്ങനെ വിളിച്ചിറക്കി കൊടുന്ന് കല്യാണം കഴിച്ചു അല്ലേ? ആ, ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? അടിപൊളി പോകുന്നു. അടിപൊളിയായി പോകുന്നു. വീട്ടുകാരൊക്കെ സമ്മതിച്ചു ഒപ്പം ഉണ്ടോ? അവരൊക്കെ ഇപ്പൊ ഉണ്ട്. അതെ, ഓക്കെ. നല്ല ക്യൂട്ട് ഫാമിലി. എപ്പോഴും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചേട്ടനൊരു പാട്ട് വെച്ച് തരാം. നമുക്ക് ചേട്ടന് വേണ്ടി ഒരു പാട്ട് വെച്ച് കേൾക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പാട്ട് കേട്ട് സൂപ്പർ പാട്ടാണ്. നമ്മുടെ നിവിൻപോളിയുടെ പാട്ടാണ് തട്ടത്തിൽ പറയുന്ന സിനിമ എല്ലാവർക്കും അറിയാം. ഭയങ്കര ഹാർട്ട് ടച്ച്ഡ് ഫീലിങ്സ്, നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് ആയി തോന്നണ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാം. അപ്പോൾ നമുക്കൊരു കോളർ വരുന്നുണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് രമേശ്. രമേശ്. ഓക്കെ, രമേശ് എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങനെ ഓരോ ബിസിനസ്സായി നടക്കണം. ബിസിനസ് ആയി നടക്കുന്നു. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്മാനെ ഒക്കെ ആയിരിക്കും എന്തായാലും കൊറോണ നന്നായി ബാധിച്ചിട്ടുണ്ടാവുക. ലൈഫൊക്കെ അടിച്ചു പൊളിച്ചു പോണ്ട്. അടിച്ചു പിടിച്ചു കൊണ്ടോ? അമ്പോ, അത് നല്ല കമന്റാണല്ല. ആ, അപ്പൊ ചേട്ടൻ ലവ് ചെയ്തിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോന്നാ? അങ്ങനത്തെ ആളാണോ? അപ്പൊ ചേട്ടൻ എന്തായാലും കുറെ ലവ് സ്റ്റോറി പറയണ്ടാവും അല്ലേ? അപ്പൊ പിന്നെ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു കേൾപ്പിച്ച താങ്കളുടെ. 2 വർഷം മുമ്പായിരുന്നു.
എന്നെ ബ്രേക്കപ്പ് ആയത്. ബ്രേക്കപ്പ് ആയോ? പിന്നെ അല്ല, അവള് ഇട്ടേച്ച് പോയതാ. ആണോ? ആ, അവൾക്ക് വേറെ ആലോചന വന്നു. അപ്പൊ വീട്ടുകാർ സമ്മതിച്ചു. അത് മോശമായല്ലോ. എന്നാലും നമുക്ക് സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോ ശരിയാവുമായിരിക്കാം അല്ലേ? പിന്നെ എന്താണ്ടായേ? എനിക്ക് വേറെ കല്യാണം കഴിച്ചു. അതെന്തായാലും നന്നായല്ലോ. അടിച്ചു പൊളിച്ചുകൊണ്ട് അതെ, സങ്കടം നിലാള് പോയനെ. ഇപ്പോഴത്തെ ചേച്ചി എങ്ങനെ, സൂപ്പറാണോ? പിന്നെ എല്ലാ കാര്യം അവൾക്കറിയാം. അറിയോ? ഇങ്ങനത്തെയൊക്കെ ചേട്ടന് ചിലപ്പോ ആ ചേച്ചി പോയത് ഈ ചേച്ചീനെ കിട്ടാൻ വേണ്ടിട്ടായിരിക്കുന്നു വിചാരിക്കുന്നു അല്ലേ? പിന്നെ അല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ഫാമിലി ഒക്കെ സൂപ്പർ ആയിരിക്കുന്നല്ലേ? ഇങ്ങനത്തെ കപ്പിൾസിന് വേണം നമുക്ക് ഇന്നത്തെ ലോകത്തിൽ കിട്ടാൻ. നിങ്ങൾ സൂപ്പറാട്ടാ. ചേട്ടനൊരു പാട്ട് വെച്ച് തരാം ഞാൻ. സൂപ്പർ സോങ് കേട്ടിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് രണ്ടും ഞാൻ വെച്ച ഫേവറേറ്റ് സോങ്സ് ആണ്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ്സ്. ഓക്കെ, ദെൻ ഇപ്പൊ നമുക്ക് പോവാനുള്ള സമയമായി. നമുക്ക് നാളെ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ലവ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റിയാണ്. നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല എന്ത് സംഭവം, പക്ഷെ അത് അനുഭവിച്ചവർ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു കേട്ടറിവ് വെച്ച് ഞാൻ പറയുന്നത്, ലവ് ചെയ്യാത്തവർ പ്രണയിക്കൂ, പ്രണയിക്കാത്തവർ ലവ് ചെയ്യാൻ ശ്രമിക്കൂ, നല്ലതിന് മാത്രം ഫോക്കസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫൊക്കെ നല്ല ചില്ലായി വെക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പരിപാടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് മീ ആദിത്യ ആൻഡ് സൈനിങ് ഔട്ട്. ഹായ് ഗായ്സ്, നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുന്നു ഹലോ ക്ലബ് ഓഫ് M20 വിത്ത് മീ ആർജെ നിത്യ. അപ്പോൾ ഗൈസ്, നമ്മളിതാ പഴയതുപോലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ തമാശകളും കുറേ ചളികളും കോമഡികളും എല്ലാം ആയിട്ട് നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോളേജ് എല്ലാം വെയിറ്റിങ്ങിലാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ലവിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ലവ്, അതിനെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കോളേജ് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലവ് എന്താണ്? ലവ് എന്നത് എന്താ പറയുക, രണ്ട് മനസ്സുകൾ തമ്മിൽ നന്നായിട്ട് മനസ്സിലാക്കി അവർക്ക് എന്താ പറയുക, സ്നേഹം എന്നൊന്ന് തോന്നി തുടങ്ങുമ്പോൾ അത് അവർ പ്രകടിപ്പിക്കുന്നതായിരിക്കും സ്നേഹം അല്ലേ? അത് നമുക്ക് എന്തിനോടും ആവാം കേട്ടോ. ഒരു ബേർഡാവാം, അനിമലാവാം, പ്ലേസ് ആവാം, ഒരു വ്യക്തിയാവാം, എന്തിനോടും ആവാം. അതാണ് ലവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലാക്കിയിട്ട് സംസാരിക്കാം. നമ്മുടെ കോളേഴ്സൊക്കെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നേ? ഓക്കെ, അഖിൽ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഷോ എപ്പോഴും കാണാറുണ്ടോ? ഓക്കെ ഡിയർ. ഓക്കെ അഖിൽ, നമ്മുടെ ടോപ്പിക് ഇന്നത്തെ കേട്ടോ. ഓക്കെ, പറയൂ. എന്താണ് ലവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലവ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് പറയാൻ തോന്നുന്നത്? ഓക്കെ, ഓക്കെ ഓക്കെ ലവ് എന്ന് പറയുമ്പോൾ സ്നേഹിക്കുക. സ്നേഹം അർഹതയുള്ളവർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, നല്ല പോയിന്റ് കേട്ടോ. അർഹതയുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ അഖിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അഖിൽ, അപ്പോൾ ഏത് സോങ് ആണ് വേണ്ടേ? ഓക്കെ, സോങ് എന്നെ വെച്ചുതരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡെഡിക്കേഷൻ വിഷസ് എന്തെങ്കിലും ഉണ്ടോ? ഡെഡിക്കേഷൻ ആർക്കാം? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ ഡിയർ, വെച്ചുതരാം കേട്ടോ. ഇനി വിളിക്കാം. ഓക്കെ, ബൈ. ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ, അലിയുന്ന ശിലയോ അവൾ ആവണി കുളിരോ. ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ, അലിയുന്ന ശിലയോ അവൾ ആവണി കുളിരോ. തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ,
തിലകത്തിൻ ഓക്കെ, നമ്മളൊരു സോങ്ങിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കോളറുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? പേര് പറയും. അശ്വതി. അശ്വതി എവിടെ നിന്ന് വിളിക്കുന്നത്? ഓക്കെ, നമ്മുടെ ഷോ ഒക്കെ കാണാറുണ്ടോ? ഓക്കെ ഡിയർ. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇന്ന് ലവ് ആണ് കേട്ടോ. ലവിനെ കുറിച്ച് പറയും. എന്താണ് ലവ് എന്ന് പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? ആ അതെ അതെ, പറഞ്ഞോ. എന്ത് വേണമെങ്കിലും പറഞ്ഞോ കേട്ടോ. ഇയാൾക്ക് തോന്നണത് എന്താണ് അത് പറഞ്ഞോ. ഓക്കെ. ആ ഓക്കെ. ആ ഫ്രണ്ട്സിനാണ് അല്ലേ? ഓക്കെ, ഫ്രണ്ട്സ്. ഫാമിലി. ഓക്കെ ഡിയർ, ആയിക്കോട്ടെ. അപ്പോൾ ഏത് സോങ് ആണ് വേണ്ടത്? ഓക്കെ ഡിയർ, വെച്ചേരാ കേട്ടോ. ഡെഡിക്കേഷൻ വിഷസ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഓക്കെ, വെച്ചേരാ കേട്ടോ. അപ്പം നമ്മുടെ അശ്വതിക്കുള്ള പാട്ടിതാ. അവളുറങ്ങും പുഴയരികിൽ കാവൽ നിന്നു ഞാൻ, അവൾ നനയും വഴിയരികിൽ കുടയായി ചെന്നു ഞാൻ തേലി നീട്ടിയ പൊന്മയിലായി അവളാടി മേഘ ചിറകടിയായി കുളിരുമായി. ഗൈസ്, നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുന്നു. ദിസ് ഈസ് ഫോർ ഹലോ ക്ലബ് എഫ് M20 വിത്ത് മീ ആർജെ നിത്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കോളറാണ് കേട്ടോ. ആരാ നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നത്? പേര് പറയൂ. ഓക്കെ, വിഷ്ണു. വിഷ്ണു എവിടെ നിന്ന് വിളിക്കുന്നത്? ഓക്കെ വിഷ്ണു, നമ്മുടെ ടോപ്പിക്ക് കേട്ടായിരുന്നോ? നമ്മൾ സംസാരിക്കുമ്പോൾ ലവിനെ കുറിച്ചാണ് കേട്ടോ. ലവ് എന്ന് കേൾക്കുമ്പോൾ വിഷ്ണുവിന് എന്താണ് പെട്ടെന്ന് പറയാനുള്ളത്? പറഞ്ഞോ. എന്ത് വേണമല്ലോ, ലവ് എന്തും പറഞ്ഞോ. എന്തെങ്കിലും പറഞ്ഞോ. ലവിനെ പറ്റി എന്താണ് പറയുള്ളത്? ആർക്കാണ് കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് അത് പറ. ഫ്രണ്ട്സ്, ഫാമിലി, ലവർ, ഇവർക്കാരെങ്കിലും ആണോ? ഇതിൽ ആർക്കാണ് കൊടുക്കേണ്ടത് അത് പറ. ഫ്രണ്ട്സ്, ഫാമിലി. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. ഓക്കെ, ആൾക്കൊന്നും പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ. ശരി വിഷ്ണു, ഏത് സോങ് ആണ് വേണ്ടേ? ഓക്കെ ഡിയർ, വെച്ചേരാ കേട്ടോ. ഡെഡിക്കേഷൻ വിഷസ് എന്തെങ്കിലും ഉണ്ടോ? നാളെയാണ് വേണ്ടേ? ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു. ഓക്കെ, ഇനി ഒരുപാട് കാലം ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വരട്ടെ കേട്ടോ. ഓക്കെ ഡിയർ. ഓക്കെ, പറഞ്ഞ പാട്ട് ഇത് അപ്ലൈ ചെയ്യുന്നു. நீதானே பொஞ்சாதி நானே உன் சரிபாதி, நீதானே பொஞ்சாதி நானே உன் சரிபாதி. ഹലോ ഗൈസ്. ഓക്കെ, നമ്മളിതാ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് പോകാനുള്ള സമയം കൂടെ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കിടൽ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ദിസ് ഫോർ ഹലോ ക്ലബ് FM M20 വിത്ത് മീ ആർജെ നിത്യ. ഓക്കെ, ബൈ. Hello, this is me, RJ Ansmaya. You are listening to Hello Club M20 Radio Jockey. The theme of love. ഇന്ന് പറയാൻ പോകുന്നത് പ്രണയത്തെ പറ്റിയാണ്. പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും പ്രണയം ഉണ്ടായിരിക്കും. പ്രണയം, സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ പ്രകൃതിയാണ്, നാച്ചുറൽ അല്ലെ? നമ്മളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കാറുണ്ടല്ലേ? ആ സൗന്ദര്യം ആസ്വദിക്കാറും നല്ല കൺകുളിർക്കെ കണ്ടു നിൽക്കാറും ഒക്കെ ഉണ്ടല്ലേ? കിളികളും പക്ഷികളും അരുവികളും അങ്ങനെ എല്ലാം ഉള്ള നമ്മുടെ പ്രകൃതിയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രകൃതിയെ. പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന ഉദയസൂര്യന്റെ പ്രകാശത്തിൽ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യം തുറന്നുകൊണ്ടല്ലേ? മരച്ചില്ലകൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് എത്തുന്ന ആ പ്രകാശം എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം നൽകുന്നു. യാത്രയും പ്രകൃതിയും ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്കുള്ള ഇടവഴിയും നമുക്ക് സമ്മാനിക്കുന്നുണ്ട് കുറേയേറെ കൗതുകങ്ങൾ. യാത്രയുടെ വിസ്മയം ആഴപ്പെടുത്താൻ പാകത്തിൽ പ്രകൃതിയുടെ കൗതുകങ്ങൾ അങ്ങനെ ഒത്തിരി ഉണ്ടല്ലേ? ഓൾച്ചോടി തുണ്ടികടലാസിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് പ്രണയിക്കുന്ന രാജകുമാരനായിരുന്നു കൗമാരത്തിൽ അദ്ദേഹം.
ഇടതൂർന്ന വനങ്ങളിലേക്ക് നടന്ന് കാടും വീട് താണ്ടി കണ്ണടച്ച് പ്രകൃതിയുടെ തലോടലേറ്റ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ആദ്യ പ്രണയത്തെ പറ്റി വിസ്മരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ കണ്ണിലാണ്. നാം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു അത്രമേൽ സുന്ദരമാണ് ഈ പ്രകൃതി. കണ്ണുകൾ കൊണ്ട് പ്രണയിക്കുന്നത് പോലെ നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? വൈഷ്ണവ. വൈഷ്ണവ എവിടുന്നാ വിളിക്കുന്നത്? ഒറ്റപ്പാലത്തു നിന്നാണ്. ഒറ്റപ്പാലത്തുനിന്നാണല്ലേ. വൈഷ്ണവ എന്താ ചെയ്യാണ്? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതെയോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും ചേച്ചി അമ്മൂമ്മയുണ്ട്. ആയിക്കോട്ടെ. വൈഷ്ണവയ്ക്ക് ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് മഹേഷിന്റെ പ്രതികാരം എന്ന മൂവിയിലെ ഇടുക്കി എന്നുള്ള സോങ്. ഓ, ഇടുക്കി എന്ന പാട്ട്. അതെല്ലേ. ആയിക്കോട്ടെ. അപ്പൊ അത് നമ്മൾ വെച്ചുതരാം. വിളിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. പാട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്കൊരു കഥ പറയാം. എല്ലാവർക്കും അറിയണ കഥ കേട്ടോ. ഒരു സ്നേഹത്തെ പറ്റിയുള്ള കഥ. പ്രണയം എന്ന് പറയാം. ഒരിടത്തൊരു ചുള്ള മണ്ണകട്ടയും സുന്ദരിക്കരയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ എനിക്ക് അറിയണ കഥയാണല്ലോ. എന്നാലും ഞാൻ പറയാം. ഒരിടത്തൊരു ചുള്ള മണ്ണാകട്ടയും സുന്ദരിക്കരയിലും ഉണ്ടായിരുന്നു. അവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ദിവസം ടൂറിന് പോയി. ടൂറിന് പോണ വഴിക്ക് നടന്ന് അങ്ങനെ പോയി. പെട്ടെന്ന് ഒരു കാറ്റ് വീശിയപ്പോ നമ്മുടെ കരിയില നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കരിയില നിന്ന് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോ കരിയിലേക്ക് ആകെ പരിഭ്രമമായി. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ മണ്ണാങ്കട്ടയും കരിയിലയുടെ പുറത്ത് കയറി. അത് കഴിഞ്ഞ് കാറ്റൊക്കെ പോയി അവർ വീണ്ടും യാത്ര തുടർന്നു. പെട്ടെന്നായിരുന്നു ഒരു മഴ വന്നത്. മഴ വന്നപ്പോ നമ്മുടെ മണ്ണാങ്കട്ട കരിഞ്ഞ് പണിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോ കരിയില എന്ത് ചെയ്തു? മണ്ണാങ്കട്ട പുറത്ത് കയറിയിരുന്നു. അത് കഴിഞ്ഞ് മഴയും പോയി, എല്ലാം പോയി. പിന്നെ ആര് നടന്നു. അങ്ങനെ പോയിട്ട് എന്തുണ്ടായി? പെട്ടെന്ന് കാറ്റും മഴയും ഒരുമിച്ച് വന്നു. രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ പരിശ്രമിച്ചു കേട്ടോ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതൊന്നും നടന്നില്ല. അവസാനം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, കരിയില പറന്നു പോയി, മണ്ണാങ്കട്ട വെള്ളത്തിൽ ഒലിച്ചും പോയി. അപ്പൊ ഇനി നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? മായല്ലേ. മായ എന്ത് ചെയ്യാണ്? വീട്ടിലാണല്ലേ. വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോ? ആയിക്കോട്ടെ. കഥ കേട്ടായിരുന്നോ? ഹലോ. കഥ കേട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ കഥ? ഇഷ്ടപ്പെട്ടൂല്ലേ? എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഞാൻ എന്നാലും ഒന്ന് പറഞ്ഞോന്നല്ലോ. ഏത് പാട്ടാ വേണ്ടപ്പോ? നീല നേരം എന്നുള്ള പാട്ടല്ലേ? ഓക്കെ. ലൂക്കസ് സിനിമയിലെ നീല നേരം എന്നുള്ള പാട്ട്. അപ്പൊ വെച്ചേരാ. റേഡിയോ കേൾക്കാറുണ്ടോ? ആണല്ലേ. അപ്പൊ ശരി, വിളിച്ചതിൽ ഒരുപാട് നന്ദി. പാട്ട് വെച്ചേരാം. ഓക്കെ, താങ്ക് യു. നീയില്ല നേരം കാറ്റിന്റെ വാതിൽ ചാരാതെ പോകുന്നു. മാമ്പൂക്കൾ നീഹാരം പെയ്യാറാവെന്തേ നീറുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് this is me, RJ Avismaya. You are listening to Hello Club M20 Radio Jockey signing off. ഹലോ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. This is RJ Avismaya. You are listening to Hello Club M20 Radio Jockey, the song of love. ചില സമയങ്ങളിലൊക്കെ പ്രണയം നമുക്ക് പോലും മനസ്സിലാകില്ല. ഹൃദയത്തിനുള്ളിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കും. ചിരിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് കൈയും കണക്കും ഉണ്ടാവില്ല. നീണ്ടു കൂട്ടുന്ന സ്വപ്നങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് മറ്റുമുണ്ടാവില്ല. പല സാഹിത്യകാരന്മാരും കവികളും പാടിയിട്ടുണ്ട്.
അതുപോലെയാണ് നിശബ്ദമായിട്ടുള്ള മനോഹരമായ പ്രണയം. പക്ഷെ അത് ആസ്വദിക്കുമ്പോൾ വല്ലാത്തൊരു എഫക്റ്റ് ആണല്ലേ, എവിടുന്നാന്നറിയില്ല. പ്രഭാതങ്ങളിൽ പൊട്ടിവിടരുന്ന മനോഹരമായ മഞ്ഞുതുള്ളികൾ നെറ്റിയിൽ വന്ന് സ്പർശിക്കുമ്പോൾ അത് അവളാണെന്ന് ചിന്തിച്ചു പോകും. രാത്രിയിലെ തണുപ്പുകാറ്റ്, ആ തണുപ്പുകാറ്റിനെ അവളുടെ കർപ്പൂരത്തിൽ കൊണ്ട് ഉപമിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പാടിയിട്ടുണ്ട് മനോഹരമായ നിശബ്ദമായിട്ടുള്ള പ്രണയം. മനസ്സിൽ വീണ്ടും വീണ്ടും പ്രണയത്തിന്റെ വർണ്ണങ്ങൾ വാരിയിടാൻ പറഞ്ഞെത്തിയിട്ടുണ്ടല്ലോ. ഇത് RJ അലിസ്മയ. You are listening to Hello Club M20 Radio Jockey, the soul of love. അപ്പൊ നമുക്കൊരു കോളിലേക്ക് പോവാം. ഹലോ ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അഖില എന്നാണ്. ഹായ് അഖില. അഖില എന്താണ് ചെയ്യുന്നത്? ഞാൻ +2 പഠിക്കാണ്. ആ, വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, 2 ചേട്ടന്മാരുണ്ട്. ഓഹോ, അപ്പൊ റേഡിയോ എല്ലാ ദിവസം കേൾക്കാറുണ്ടോ? എല്ലാ ദിവസവും കേൾക്കാറില്ല, സമയം കിട്ടുമ്പോ കേൾക്കാറുണ്ട്. ഈ പ്രോഗ്രാം ഇഷ്ടാണോ? ഇഷ്ടാണ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് ജീവാംശമായി എന്നുള്ള പാട്ടാണ് വേണ്ടത്. തീവണ്ടി മൂവിയിലെ ജീവാംശമായി. അതെ അതെ. അപ്പൊ അത് വെച്ചുതരാം, കേട്ടോളൂ. സന്തോഷം. ഓക്കെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ബാല്യം, കൗമാരം, യൗവനം, ഈ 3 കാലഘട്ടങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും മനോഹരം. ഇതിനായിട്ട് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചതാ. ഈ ബാല്യവും കൗമാരവും യൗവനവും, ഈ 3 കാലഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രണയത്തെ പറ്റി. ഇതിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ നിഷ്കളങ്കത? അത് ഞാൻ ആലോചിച്ചു. അതിനുള്ള ഉത്തരവും കിട്ടിയിട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ടാവില്ലേ? വായിച്ച പുസ്തകങ്ങളെ പറ്റിയും അടിക്കുറിപ്പില്ലാത്ത ചിത്രങ്ങളെ പറ്റിയും കഥകളെയും കവിതകളെയും കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ടാവില്ലേ? വായിക്കുന്നവർ അങ്ങനെയാണ്, ഒരുപാട് ചിന്തിക്കും. അപ്പോഴേ ഈ ബാല്യം, കൗമാരം, യൗവനം, ഈ 3 കാലഘട്ടങ്ങളിലെ പ്രണയം മനസ്സിലേക്ക് വന്നാൽ ഈ 3 കാലഘട്ടങ്ങളെയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സ്വന്തം മനസ്സിരുത്തി, സ്വന്തം സ്വഭാവം ചേർത്ത് സ്വന്തം പ്രണയത്തിനെ പറ്റി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വല്ലതും മനസ്സിലായോ ആർക്കെങ്കിലും? മനസ്സിലായെന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഒരു കോളിലേക്ക് പോവാം. ഹലോ, ഇതാരാണ്? അരുൺ എന്താ, എത്രയിലാ പഠിക്കുന്നത്? 9. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 2 അനിയന്മാര്. അരുൺ റേഡിയോ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. വീട്ടിലെല്ലാവരും അന്വേഷണം പറയൂട്ടോ. അരുണിന് ഏത് പാട്ടാണ് വേണ്ടത്? ഹിമമഴയായി നല്ല പാട്ടാണ്, വെച്ചുതരാം, കേട്ടോളൂ. താങ്ക് യു. വെൽക്കം. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ. ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും ഇതാ. ശിലയായി നിന്നിടാം നിന്നെ നോക്കി, യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ. അകമേ വാനവില്ലിനേഴു വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം.
അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ. അപ്പോഴേ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് RJ അനിസ്മയ. യു ആർ ലിസ്ണിംഗ് ടു ഹലോ ക്ലബ് M20 റേഡിയോ ജോക്കി. അപ്പോ അടുത്ത ദിവസം ഇതേ സമയം ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വാസന്തി, AMC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മഞ്ചേരി കോളേജിൻ്റെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. സോ ദിസ് ഇസ് എ RJ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ RJ വാസുവായിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. So it's time to start our program. This is Hello Club M20. It's me RJ Vasu. 10 കണക്കിന് ഫണ്ണും 10 കണക്കിന് റൊമാൻസും ഒത്തിരി ലവും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ തീം ഈസ് ലവ്, പ്രണയം നമുക്ക് എന്തിനോട്ട് വേണമെങ്കിലും തോന്നാമല്ലേ? പ്രണയിക്കത്തായിട്ട് ആരാണുള്ളത് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ക്രിസ്മസ്, ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാം കേട്ടോ. ഡിസംബർ മാസമല്ലേ, ഡിസംബർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു ഒരു വർഷം പോയത് അറിഞ്ഞില്ല അല്ലേ? ഒരു വർഷം പോയിട്ടൊക്കെ ദിവസം പോകാതെ പോയി നമുക്ക് അറിയുന്നില്ല. ലോക്ക്ഡൗൺ ആയത് എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ കൊണ്ടുപോയി അല്ലേ? അതേപോലെ തന്നെ ഈ കൊറോണ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ഇടയിലെന്ന് അറിയും, ഈ കാമുകന്മാരുടെ ഇടയിൽ. നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് അല്ലേ? അത് പ്രണയത്തിന് ശരിക്കും കണ്ണും മൂക്കുന്നില്ല പറയണതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. നമുക്ക് എന്തിനോട് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് പ്രണയം തോന്നുന്നതൊക്കെ നല്ലതാണ്. ആരാണ് പ്രേമിക്കാത്തായിട്ടുള്ള ഈ സിംഗിൾസ് എന്നൊക്കെ പറഞ്ഞിറക്കുന്ന ചില ആൾക്കാരുടെ ഉള്ളിൽ ആരുടെത്തെങ്കിലൊക്കെ ഒരു തുള്ളി പ്രേമം തോന്നും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ കുട്ടീനെ അങ്ങനെ പ്രേമിച്ച് കൊള്ളാമെന്നുണ്ടെന്നൊക്കെ തോന്നത്തായിട്ട് ആരല്ലേ അല്ലേ? അതേപോലെ തന്നെ വേറെ എന്താ പറയുക, ഈ കൂടുതലും ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുന്നവരായിരിക്കും പിന്നീട് അവർ പ്രേമിച്ച് പോയവരുണ്ടാവും അല്ലേ? എൻ്റെ കൂട്ടുകാരിൽ ചിലരൊക്കെ ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നിട്ട് ഇപ്പോൾ നല്ല ബെസ്റ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പ്രണയം നമ്മൾ പലതും പഠിപ്പിക്കും, പ്രണയം അല്ലേ? അതെ, ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. അതേപോലെ തന്നെ പ്രണയം നമ്മളെ പലതും അറിയിപ്പിക്കും. ഇങ്ങനെയും ഞാൻ പറഞ്ഞില്ലേ, പിന്നെ കൂടുതലും വിശ്വാസവഞ്ചന അത് ഈ പ്രണയിക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചു അങ്ങനെ ചെയ്തു പോകുന്ന പലരും ഉണ്ട്. കൂടുതലും വിശ്വാസം അർപ്പിച്ചിട്ട് ചതിക്കുക. ശരിക്കും എന്തൊരു വേദനയായിട്ടുള്ള സംഭവമാണെന്ന് അറിയുമോ? പ്രേമം പലപ്പോഴും നമുക്ക് വേദനയും തരും പറയണം. അതേപോലെ തന്നെ ഈ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഈ സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും രണ്ടും ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ്. അതെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിന് ശരിക്കും അവനെ ഹാപ്പി ആക്കുന്ന, കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കുട്ടിയോട് മാത്രമേ കൂടുതൽ അടുപ്പം തോന്നുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്കും അവളെ വേദനിപ്പിക്കുന്ന ഒരാളോടും കൂടിയും ഇഷ്ടം തോന്നും. അത് രണ്ടും വെവ്വേറെയാണ് അവരുടെ. പിന്നെ അതേപോലെ തന്നെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു അടുപ്പമാണ് അല്ലേ? രണ്ട് മനസ്സുകൾ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാവും ആ ആളും ചിന്തിക്കേണ്ടാവുക. നമ്മുടെ ഹലോ ക്ലബ് M20 ആദ്യത്തെ കോളർ നോക്കാം. ഹായ്, ഹലോ ക്ലബ് M20 സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? അഭിരാമ എവിടുന്ന് വിളിക്കുന്നു? ഷൊർണൂര് എവിടെയാണ്? ഓക്കെ. അഭിരാം ഇനി പ്രണയത്തെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ആണല്ലേ? അഭിരാമിന് വല്ല അഫെയറും ഉണ്ടോ? ഉണ്ടല്ലേ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ അടിയൊക്കെ ഉണ്ടാവാറുണ്ടോ? സൗന്ദര്യക്കണക്കം ആണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ആരാണ് ആദ്യം വന്നിട്ടുണ്ട്? കൂടുതൽ ആരാണ് അടി ഉണ്ടാക്കുക? ആണല്ലേ? ആഹാ, ഡെഡിക്കേഷൻ അപ്പൊ നിങ്ങൾക്ക് രണ്ട് വർക്കാണല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, തീർച്ചയായിട്ടും മനസ്സിലാവും. ഓക്കെ, ശരി, താങ്ക് യു ഫോർ കോളിംഗ്. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணீர் கண்ணுக்குள் நீதான் கண்ணீரில் நீதான் கண்மூடி பார்த்தால் நெஞ்சுக்குள் நீதான் என்
എന്നാനതോ ഏതാനതോ സൊൽ സൊൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹലോ ക്ലബ് M20 നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹായ്, ഹലോ ക്ലബ് M20 സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ആര്? ഓക്കെ, രാഹുൽ എവിടുന്നാണ് വിളിക്കുന്നത്? രാഹുൽ എവിടുന്നാണ് വിളിക്കുന്നത്? കൊച്ചി. ആഹാ, വല്ല അഫെയർ ഉണ്ടോ? ഇല്ലേ, പണ്ട് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആർക്കാണ്? ചേച്ചിക്കോ? ഏത് ചേച്ചിക്ക് ആണോ? ഓക്കെ, തീർച്ചയായിട്ടും വെക്കാലോ. താങ്ക് യു കേട്ടോ, എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഓക്കെ, സോ എന്നിട്ട് നമ്മുടെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ പ്രണയിക്കാത്തവരോട് തന്നെ പറയാനുള്ളൂ, നിങ്ങൾ വണ്ടർഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്രണയിക്കാൻ താല്പര്യമില്ലാത്തവരോട്, പ്രണയിച്ചിട്ട് മൂഞ്ചി നിൽക്കുന്ന ആൾക്കാരോടൊന്നേ പറയാനുള്ളൂ, ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് അഗെയിൻ. ഓക്കെ, ദിസ് ഈസ് ഹലോ ക്ലബ് M20. ഇത് RJ വാസു ആയിരുന്നു. ഓക്കെ, ദെൻ ബൈ. Hello everybody, this is Club M20 and you're with Abhira. Okay, welcome back to my show. ഇതിനെല്ലാവരും വിചാരിക്കും എന്താണ് പെട്ടെന്ന് തന്നെ ആയതിൽ ഒരു റൊമാൻറ്റിക് പാട്ട് എന്താ കാര്യമൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഓർമ്മയില്ല, ഇന്നത്തെ ദിവസം February 14 വാലന്റൈൻസ് ഡേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാതലെ കാതൽ പാട്ടിട്ടത്. ആ കാതലെ കാതൽ പാട്ടിടാൻ കാരണം ആ പാട്ട് തന്നെ പ്രണയിക്കാത്തവർ പോലും പ്രണയിച്ചു പോകുന്നൊരു പാട്ടാണ്. അത്രയും ഫീൽ നമുക്ക് ആ പാട്ടിലേക്ക് തരുന്നുണ്ട്. ആ പാട്ടിൽ തന്നെ ആ പാട്ടിന്റെ ട്യൂണിൽ തന്നെ ഒരു പ്രണയ കഥ തന്നെ അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല. നിങ്ങൾ ആ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പാട്ടിന്റെ തുടക്കത്തിൽ ഒരു ട്യൂണുണ്ട്. ആ ട്യൂണിൽ ഒരു തിമിംഗലത്തിന്റെയും അതുപോലെ ഒരു കുരുവിയുടെ സൗണ്ട് അതിന്റെ മ്യൂസിക്കിലായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിമിംഗലത്തിനും ഒരു കുരുവിക്കും അവരുടെ പ്രണയം കാരണം ഒന്നിച്ചേരാൻ പറ്റില്ല. അതുതന്നെയാണ് ആ സിനിമയിലും പറയുന്നത്. അവരുടെ പ്രണയം അവർക്ക് ഒന്നിക്കാൻ പറ്റാതെ പോയി പ്രണയം തന്നെയാണ് സിനിമയും പറയുന്നത്. അപ്പോൾ ഒരു പാട്ടിൽ പോലും പ്രണയത്തിനെ കുറിച്ച് അത്രത്തോളം ഇന്നത്തെ ലോകത്ത് സജീവമായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രണയിക്കൂ, അതിനൊരു ഫീല്, ഒരു പ്രത്യേക ഫീലാണ്. അത് നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല, ഒരു വല്ലാത്തൊരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രണയിക്കണം. ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു നഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കും അതറിയില്ല, വല്ലാത്തൊരു നഷ്ടമാണ്. അതിന് കിട്ടുന്ന ഒരു ഫീൽ. ഫ്രണ്ട്ഷിപ്പും വേറെ വൈബാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഫ്രണ്ട്ഷിപ്പിന് അടക്കമുള്ളത് പ്രണയമാണ്. നമുക്ക് അതൊരു മനുഷ്യജീവികൾ മാത്രമല്ല, നമുക്കൊരു മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാർക്ക് അവർക്ക് എല്ലാവരും തമ്മിലുള്ളൊരു പ്രണയമാണ്. ആ പ്രണയം നമ്മൾ മനസ്സിലാക്കിയ പ്രണയത്തിനകത്തൊരു ഫ്രീ എന്ന വേറെ സാധനം ഈ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ആ പാട്ട് നമുക്ക് ഏത് പ്രണയിക്കുന്ന ആൾക്കാരെ പാട്ട് കേട്ടാലും ഒരു നിമിഷമെങ്കിലും ആ ഒരു പാട്ട് കേട്ട് നമ്മൾ ഫീൽ ആവാത്തായിട്ട് ഇന്നീ കാലഘട്ടത്തിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് February 14 വാലന്റൈൻസ് ഡേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വിഷ് ചെയ്തിട്ടുണ്ടാവും. ഞാനും എൻ്റെ ഗേൾഫ്രണ്ടിനെ വിഷ് ചെയ്തു, തിരിച്ച് എന്നെ വിഷ് ചെയ്തു. വളരെ ഹാപ്പിയാണ്. ഞാനും അവളും വളരെ ഹാപ്പിയാണ്. വളരെ നല്ല ഗേൾഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റും എല്ലാവരും അങ്ങനെ കേക്കും കൊടുക്കാനൊക്കെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വിളിക്കാം, പാർക്ക് ബീച്ചിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ. എനിക്ക് നല്ലൊന്നും പറ്റില്ല. എൻ്റെ ഗേൾഫ്രണ്ട് കുറച്ച് ബിസി ആയി പോയി. ഞാൻ പിന്നെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ നാളെ മീറ്റ് ചെയ്യാനുള്ള പ്ലാനിലൊക്കെ ഉണ്ട്. എനിവേ ദാറ്റ്സ് ഓൾ. അപ്പോൾ വാലന്റൈൻസ് ഡേ, വാലന്റൈൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഇതിന്റെ പിന്നെ ഒരു രസകരമായ ഒരു നല്ല പ്രണയ കഥ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തപ്പോൾ ഞാൻ പറയാം. റോമിൽ പണ്ട് ഏത് ആ കാലഘട്ടത്തിൽ തോന്നുന്നു ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ്, അവർക്ക് ഭരിക്കുന്ന രാജാവ് പ്രണയത്തിന് വളരെ എതിർത്തോടെ രാജാവായിരുന്നു. അന്നത്തെ യുവ പുരുഷന്മാരെ എപ്പോഴും പട്ടാളത്തിൽ അവരുടെ സൈന്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എതിർത്തുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ട സമയത്ത് അവിടെ വാലന്റൈൻ പറഞ്ഞ ഒരാള് ഈ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആരും പറയാണ്ട് കല്യാണം നടത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെ നടന്നു. ഒരു വട്ടം ഒരിക്കൽ ആളെ പിടികൂടിയ ശേഷം ആൾ നേരെ തടവിൽ അടയ്ക്കുകയും ആ തടവിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഗാർഡന്റെ മകൾ, ബ്ലൈൻഡഡ് ആയ മകളായിരുന്നു ഗാർഡന്റെ മകൾ. ആ മകളായിട്ട് വാലന്റൈൻ പ്രണയത്തിലാവുകയാണ്. ആ ഗാർഡന്റെ മകളുടെ പ്രണയത്തിലാവുക എന്ന് പറഞ്ഞ രാജാവ് നമ്മുടെ വാലന്റൈനെ തല വെട്ടാൻ തീരുമാനത്തിലെത്തി. അങ്ങനെ വാലന്റൈൻ സ്വന്തം കാമുകിയിട്ട് തന്നെ തല ജീവൻ വരെ പണയിക്കുകയാണ്. ആ ദിവസം ഫെബ്രുവരി 14. വേറെ കാര്യം പറയാണ്ട്, ഈ പ്രണയം കാരണം ആ ബ്ലൈൻഡഡ് ആയ പെൺകുട്ടിക്ക് കാഴ്ചയുടെ ചികിത്സ കിട്ടിയതാണ് ആ കഥയിൽ പറയുന്നത്. അങ്ങനെ ഫെബ്രുവരി 14 അദ്ദേഹം കാമുകിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ജീവൻ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് പ്രണയിക്കൂടെ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്നൊരു തീം തന്നെ ഇങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കോൾസ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോൾ ലൈനിലാണ് ആഡ് ചെയ്യാം. ഹലോ, ഇതാരാണ്? ഓക്കെ, മിഥുന എവിടെയാണ്? അങ്ങനെ പഠിക്കാണോ അതോ വർക്ക് ചെയ്യാണോ? ഓക്കെ, ബികോം ആണോ? കോളേജിലല്ലേ കുട്ടി പഠിക്കുന്നത്? ഓക്കെ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? തൃശ്ശൂര്. അപ്പോൾ ഇതെന്റെ പരിപാടിയുള്ള ക്ലബ് 20 പരിപാടിയാണ്. ഞാൻ RJ അഭിരാം. അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇന്നത്തെ ദിവസം പ്രത്യേകത അല്ലേ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്ന് അറിയാലോ. അപ്പൊ എങ്ങനെ കുട്ടിക്ക് എങ്ങനെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഇന്ന് വിളിച്ച് വിഷ് ചെയ്തില്ലേ രാവിലെ തന്നെ? ആരാണ് ആദ്യം വിഷ് ചെയ്തത്? എത്ര മണിക്ക്? 12 മണിക്ക് വിഷ് ചെയ്തോ അതോ രാവിലെ ചോദിക്കാണ് വിഷ് ചെയ്തത്? തോന്നുന്നു. ആളുടെ പേരെന്താണ്? പറയാൻ താല്പര്യം ദിവസം പറഞ്ഞാൽ മതി, പേടിന്റെ ദിവസം പറയാനില്ല. ഓക്കെ, എന്നാ വേണ്ട. ഓക്കെ, താങ്ക് യു. പേര് അർജുനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു നല്ലൊരു ലൈഫ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അർജുനും ഇതിനേക്ക് വേണ്ടി നല്ലൊരു റൊമാൻറ്റിക് പാർട്ട്ണർ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ഇതിനേക്കും ഇതിന്റെ ബോയ്ഫ്രണ്ട് അർജുനും വേണ്ടി നല്ലൊരു മനോഹരമായ പാട്ട്, നല്ല റൊമാൻറ്റിക് പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. സുന്ദരി കണ്ടാൽ ഒരു സേര சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தே உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உரை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே സുന്ദരി കണ്ണാ. അപ്പോൾ ഓക്കെ, നമ്മുടെ കോളും പാട്ടുകളും കേൾക്കുകയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് വേറെ സംഭവമാണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് കുറച്ച് ആൾക്കാർ കുറച്ച് മെസ്സേജസിൻ്റെ വാലന്റൈൻസ് ഡേ അതിൻ്റെ ആദ്യത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രണയകഥ, വെറൈറ്റി പ്രണയകഥ ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. രജീഷ് അയച്ചാണ്. രജീഷ് അയച്ചത് അവൻ്റെ പ്രണയകഥയല്ല, കൂട്ടുകാരൻ്റെ പ്രണയകഥയാണ്. ഉമ്മർ കിണർ എന്താണ്, ഫൈസൽ എന്നാണ് കൂട്ടുകാരൻ്റെ പേര്. ഉമ്മർ പറഞ്ഞൊരു കിണർ പണിക്കാരൻ്റെ മകളായിട്ട് ഇഷ്ടത്തിലായ ഒരു കഥയാണ്. അതിൽ രജീഷ് പറഞ്ഞ കഥ എന്താണെന്ന് ആർക്കും പറയരുത്. എന്നാലും വീട്ടിലേക്ക് വന്നൊരു കിണർ പണിക്കാരൻ്റെ മകളായിട്ട് ഇഷ്ടത്തിൽ പെട്ടിട്ടില്ല, വൺ സൈഡിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ആ ഫൈസലിനും പേരറിയാത്ത ഉമ്മർഖാന്റെ മകൾക്കും വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് കേൾക്കാം. അപ്പോൾ പ്രണയിക്കുക, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. പ്രണയിക്കുക, വീണ്ടും പ്രണയിക്കുക. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് പ്രണയം എന്ന് പറഞ്ഞത്. ജീവിതകാലം വരെ ഫുള്ളും പ്രണയിക്കുക. ഓക്കെ, ബൈ. സീ യു ടുമോറോ വിത്ത് യുവർ RJ അഭിരാം. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ, கண்மணி அன்போடு காதலன் நான் எழுதும் பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமா.
Hi, hello, good morning. Welcome to Club M20. This is RJ Nandana here. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വെരി 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 സ്വീറ്റ് ആയിട്ടുള്ള വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് ഡയറക്റ്റ് പറയണതിന് മുന്നേ ഒരു ക്ലൂ തരാം. ചിലപ്പോഴൊക്കെ ഹൃദയം കൊണ്ട് കാണുന്നത് ചിലപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാറില്ല. അതായത് സംടൈംസ് ഹാർട്ട് സീസ് വാട്ട് ഈസ് ഇൻവിസിബിൾ ടു ഐസ്. എന്താ അത്? കണ്ണിന് കാണാൻ പറ്റാത്തതും എന്നാൽ ഹൃദയത്തിന് കാണാൻ പറ്റുന്നതായിട്ടുള്ള യെസ്, ലവ്. സ്ട്രോങ് ലവ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. അഫെക്ഷൻ, പ്രണയം, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളിന്ന് ത്രൂ ഔട്ട് പറയാൻ പോകുന്നത് ലവിനെ കുറിച്ചാണ്. ലവിനെ കുറിച്ച് എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും ഒരു ലിമിറ്റില്ലാതെ കൊടുക്കുന്ന സാധനമായിരിക്കും ഒരു പക്ഷേ ലവ്, സ്നേഹം. അതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സും ഒക്കെ നമുക്ക് അളന്ന് തൂക്കിത്തരുന്ന സാധനമല്ലല്ലോ ലവ്. അപ്പോൾ ആ ലവിനെ കുറിച്ച് ഇന്ന് ഒരുപാട് നേരം നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുള്ള ഒരു ടൈമാണ് ഈ ഒരു 5 minutes. അപ്പോൾ നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, ഹായ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണോ വിളിക്കുന്നത്? ട്രിവാൻഡ്രത്ത് നിന്ന് ലക്ഷ്മിയാണോ വിളിക്കുന്നത്? ലക്ഷ്മി, ലവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, ശരിയാണ്. നമ്മുടെ അമ്മയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ് വേണ്ടത്. ഓക്കെ, ലക്ഷ്മിക്ക് വേണ്ടി അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടി വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളുരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നനച്ചു. ഹായ്, വെൽക്കം ബാക്ക് ടു M20. അടുത്തത് നമുക്കുള്ളത് കോളറല്ല, ഒരു ഇമെയിലാണ്. ആ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാനേ. ഇമെയിൽ അയച്ചിരിക്കുന്നത് നിവിനാണ്. ഹായ് നന്ദന, ഹായ്. ലവ് എന്ന ടോപ്പിക് കേട്ടപ്പോൾ തന്നെ എനിക്ക് M20യിലേക്ക് ഇങ്ങനെ ഒരു മെയിൽ അയക്കണമെന്ന് തോന്നി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും സോൾമേറ്റും ലവറും എല്ലാം എൻ്റെ ഭാര്യയാണ്. എൻ്റെ തോൽവികളിൽ പതറാതെ നിൽക്കാൻ സഹായിച്ചതും അവളാണ്. ഈ ഒരു അവസരത്തിൽ അവൾക്ക് വേണ്ടി മുൻപേ വാ അൻപേ വാ എന്ന സോങ് വെച്ച് തരുമോ? കൊടുക്കാലേ. ദാ വരുന്നു പാട്ട്. வாடகை வாங்கி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தருமா? தென்மலை தேக்கு நீதா உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? ഹായ്, വെൽക്കം ബാക്ക് ടു M20. പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഇപ്പം നമുക്ക് ഒരു കോളർ കൂടി ലൈനിലുണ്ട്. കോളറുടെ പേര് നീതു. വെരി സ്വീറ്റ് നെയിമില്. ഓക്കെ, നീതുവിന് എന്താ ലവിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ നീതുവിന് എന്താ, ആരെയാണ് ഏറ്റവും കൂടുതൽ നീതു സ്നേഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ നീതു, ഹൗ ആർ യു? ഓക്കെ, നീതു ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കോൾ വിളിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണത്? ആരെയാണ് നീതു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഓക്കെ, നീതുവിൻ്റെ ലവറിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്വീറ്റ് റൊമാൻറ്റിക് സോങ് ദാ വരുന്നു. பல ஆயிரம் கதைகள்
വെൽക്കം ബാക്ക് ടു M20. പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വൈൻഡപ്പിംഗ് സെക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഹൃദയം കൊണ്ട് സ്നേഹിക്കുക, ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ മനസ്സ് കാണുക, എല്ലാവരെയും സ്നേഹിക്കുക. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് ക്ലബ് M20 ആൻഡ് RJ നന്ദന സൈനിങ് ഓഫ്. ഹായ് ഹലോ ക്ലബ് M20, ദിസ് ഈസ് ശ്രീലക്ഷ്മി. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രണയിക്കുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പ്രണയം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് എപ്പോൾ വേണമെങ്കിലും തോന്നാവുന്ന ഒരു വികാരമാണ് പ്രണയം. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രണയം ഒരു വളരെ സന്തോഷവും അഗാധമായ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന വികാരമാണ് പ്രണയം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, അശ്വതി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പാലക്കാട്. അശ്വതി ഇതിനു മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ആരാണ് പ്രണയിക്കുന്നത്? ചേട്ടനെ. ആഹാ, അടിപൊളി. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് എന്താണ് അശ്വതിയുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണത്. അപ്പോൾ അശ്വതി ഏട്ടന് വേണ്ടിയിട്ട് ഏത് സോങ്ങാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അശ്വതി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് എന്തായാലും കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു സോങ്ങൊക്കെ കേട്ട് തിരിച്ചു വന്നു. ഇനി നമ്മൾ അടുത്ത കോളറിന് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രണയത്തെക്കുറിച്ച് കുറച്ച് നേരം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രണയിക്കുന്നത് ഒരു തെറ്റല്ല. സമൂഹത്തിൽ എല്ലാവരും അതൊരു തെറ്റായി കാണുന്നിരിക്കുന്നു. പക്ഷെ നമ്മളെ വിശ്വസിച്ച് പ്രണയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വികാരമാണ് പ്രണയം. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. അടുത്ത കോളറിന് പ്രണയത്തെക്കുറിച്ച് എന്താ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഹലോ, ആരാണ്? അഖില എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്ന്. അഖില, പ്രണയത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? പ്രണയത്തെക്കുറിച്ച് എന്താണ് അഖിലയുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല ഒരു വികാരമാണെന്നാണ് അഖില പറയുന്നത്. അപ്പോൾ അഖില ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ആരെയാണ് പ്രണയിക്കുന്നത്? നിഖിലിന് വേണ്ടിയിട്ട് നമുക്ക് അഖില വെച്ച് കൊടുക്കുന്ന ഒരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എന്തായാലും അടിപൊളി ഒരു ലവ്ലി സോങ് ഒക്കെ കേട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്ന് സന്തോഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷ് ചേച്ചിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വളരെ നല്ലതാണ്. ചേച്ചി ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചേച്ചി ഞാൻ എൻ്റെ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. ചേച്ചി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അടിപൊളി ഒരു സോങ് വെച്ച് തരണം. അപ്പോൾ നമുക്ക് സന്തോഷിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു അടിപൊളി സോങ് വെച്ച് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മളെല്ലാം അടിപൊളി സോങ്ങുകളൊക്കെ കേട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പ്രണയം എല്ലാവർക്കും വാരിക്കോരി അങ്ങോട്ട് കൊടുക്കുക, സ്നേഹിച്ച് എല്ലാവരും സന്തോഷിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള ടൈമായി, ബായ് പറയാനുള്ള ടൈമായി. അപ്പോൾ എന്തായാലും ബായ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് ക്ലബ് M20, RJ ശ്രീലക്ഷ്മി സൈനിങ് ഓഫ്. Hello, good evening. Welcome to Club M20. This is For My Love with RJ Aki. Happiness is to be loved and to be loved. Love, പ്രണയം, കാതൽ, റൊമാൻസ്, അതാർക്കും എപ്പോഴും ആരോട് വേണമെന്ന് തോന്നാം. It may be an attraction, feeling, affection, respect or like. ഇന്നത്തെ ഈ ഷോ ഞാൻ ഒരു ആത്മാവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. Always stay tuned to Club M20. കൂടെയാക്കി with lots of happiness and love. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും, അദൃശ്യമായി കാണുന്ന ഒരു സ്വപ്നം. It's time for a caller. So what are you waiting for? Pick up your phone and dial my number 9470963413. Hello, what's your welcome to For My Love. What's your seat name please? ഷാറുഖ് ഖാൻ. ഓ, വമ്പൻ നെയ്മൊക്കെയായിട്ട് ഇറങ്ങിക്കാണല്ലോ. എല്ലാവരും വേഗം തിരിച്ചറിയും ആക്ടറിന്റെ പേരായിട്ട് ഇറങ്ങിയേക്കുക. എന്താണ് ഷാറുഖ് ഖാൻ ഇനി ലവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? ലവ് പറഞ്ഞാൽ ഈ അനന്തസാഗരമായി ഇങ്ങനെ ഒഴുകുന്ന ഒരു പുഴ പോലെയാണ് ടൈപ്പാ തോന്നുന്നത്. എനിക്കങ്ങനെയാണ്. ഇപ്പൊ ഈ ഏജ് ആയതുകൊണ്ട് പ്രണയം ആരോടെയും പറയാൻ കാത്തിരിക്കുകയാണോ അത് സ്റ്റിൽ ലവ് ആണോ? ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ. ഓക്കെ ഫൈൻ. അപ്പൊ ഡെഡിക്കേഷൻ എന്ന അവിടെ തന്നെ ആയിരിക്കും. ഹലോ, കേട്ടില്ല? ഡെഡിക്കേഷൻ എന്ന അവിടെ തന്നെയാണോ സോങ് ഡെഡിക്കേഷൻ? അതെ. ഓക്കെ ഫൈൻ. അപ്പൊ ഏത് സോങ് ആണ്? എനിക്ക് അവൾക്ക് ഡെഡിക്കേഷൻ ചെയ്യാനുള്ളത് മുന്നോട് സോങ് ആണല്ലോ. ഓക്കെ ഫൈൻ ഷാറുഖ് ഖാൻ. എല്ലാവരും വേഗം തിരിച്ചറിയട്ടെ ഈ പേര് വെച്ചിട്ട് ഞാനൊന്ന് ഓർമ്മയിലാക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
ഇഷ്ടം അങ്ങോട്ട് കൊടുക്കാം. പക്ഷേ അതിന്റെ പകുതി ചേച്ചി കിട്ടാമെന്നതിൽ എന്തൊക്കെയോ വീണ്ടും ഒരു കൺഫ്യൂഷൻ. ഫുൾ ഓഫ് കൺഫ്യൂഷൻ. പ്രണയം എന്ന് പറയുന്നത് ഫുൾ ഓഫ് കൺഫ്യൂഷൻ ആണല്ലേ. ആരെ സ്നേഹിക്കണം, എപ്പോ സ്നേഹിക്കണം, എന്തിനെ സ്നേഹിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ. Next caller is online. Hello, welcome to For My Love. What's your name, please? My name is Sabira. Okay, fine. പ്രണയിക്കാൻ താല്പര്യമുള്ള ആളാണോ? ആണ്. ഓക്കെ, എന്നാൽ അഭിരാമന്റെ മനസ്സിൽ ഏറ്റവും മനോഹരമായ ഫീൽ പ്രണയിക്കുന്നതിന് മുന്നെയാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? പ്രണയിക്കുന്ന ടൈമിലാണ്. ഓക്കെ, ഫൈൻ. നല്ലൊരു അഭിപ്രായം തന്നെ. ഇന്നത്തെ ഡെഡിക്കേഷൻ ആർക്കാണ്? എഡ്യൂക്കേഷൻ എന്റെ ഫ്രണ്ട് അഭിപ്രായമാണ്. ഓക്കെ, സോങ് ഏതാണ്? സോങ് ചെല്ലക്കുട്ടി എന്നുള്ള സോങ് ആണ്. Always stay tuned to Club M20 For My Love with RJ Aki. Welcome back to Club M20. This is For My Love with RJ Aki. Our next caller is online. Hello. Welcome to For My Love. Who is this? രജനി. Okay, രജനി എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യാണോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. ഓ, അപ്പൊ എന്റെ ചേച്ചിയാണല്ലേ. ഓക്കെ, ഫൈൻ. എന്നാ ചേച്ചി, ഈ ലവ്, പ്രണയം, കാതൽ, റൊമാൻസ് ഇതിനോടുള്ള ഒരു അഭിപ്രായം? എൻ്റെ ഒരു ഇത് ഏജ് വെച്ചിട്ട് പ്രണയം, ലവ്, റൊമാൻസ് എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യത്യസ്തപ്പെട്ട രീതിയിൽ പോകും. കാരണം ലവ് എന്ന് വെച്ചാൽ സ്നേഹം, അത് പലവിധ സ്നേഹങ്ങളാണ്. നമ്മൾ കുട്ടികളോടുള്ള സ്നേഹം, നമുക്ക് പ്രണയിക്കുന്നവരോടുള്ള സ്നേഹം, അങ്ങനെ. പക്ഷെ പ്രണയത്തിനോട് നമ്മളൊന്നും തീരെ എതിർപ്പല്ല. എന്നു വെച്ചാൽ നമ്മൾ ജീവിതാവസാനം വരെ പ്രണയിക്കുന്നവരായിരിക്കണം. പ്രണയത്തിൽ നമ്മൾ സാന്ത്വനം കണ്ടെത്തുന്നവരായിരിക്കും. അതൊക്കെയാണ് നമ്മളുടെ ഒരു അഭിപ്രായം. എന്തായാലും എല്ലാം കൊണ്ടും പ്രണയത്തെ ഞാൻ വളരെയധികം പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ ചേച്ചി, നല്ലൊരു അഭിപ്രായം. അപ്പൊ ഇന്നത്തെ ഡെഡിക്കേഷൻ ആർക്കാണ്? ഇന്നത്തെ പ്രണയത്തിൻ്റെ പാട്ട് തന്നെ വെച്ചോളൂ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും വേണ്ടി നല്ലൊരു ഗാനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെ വെച്ചോളൂ. ഓക്കെ ചേച്ചി, എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ നല്ലൊരു അടിപൊളി ഗാനം തന്നെ ഞങ്ങൾ വെക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ ടു ക്ലബ് M20. ദിസ് ഈസ് ഫോർ മൈ ലവ്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. For My Love with RJ Aki with happiness and full of love on Club M20. When you fall in love, you want the other person to be happy and being part of their happiness. Can inspire you to accomplish some of the feats you have ever undergone. Loving and being loved can make you feel more fulfilled than you are ever been. So, it's time to wind up the show. For my love, good day to all. This is RJ Aki signing off. You're listening to Club M20 For My Love with lots of happiness and love. The best and the most beautiful things in the world cannot be seen or heard, but must be felt by your heart. Helen Keller. Please stay tuned. Club M20 For My Love next on air. വെൽക്കം ടു ക്ലബ് FM20 ആൻഡ് യുവർ വിത്ത് RJ അഞ്ജന. സന്തോഷം എന്ന് പറയുന്നത് പ്രണയിക്കുകയാണ്, പ്രണയിക്കപ്പെടുകയാണ്. പ്രണയിക്കാം, ബട്ട് പ്രണയിക്കപ്പെടണം എന്ന് പറയുന്നിടത്താണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. വി ഓൾ ലവ്, വി ഓൾ ക്യാൻ ലവ്. പക്ഷേ വെൻ വി തിങ്ക് അബൌട്ട് ഇറ്റ്, ഇങ്ങോട്ട് പ്രണയം കിട്ടുന്നതിനെക്കുറിച്ച് അവിടെയാണ് നമ്മളെല്ലാവരും സങ്കടപ്പെടുന്നത്. നമ്മളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് നമ്മുടെ സ്നേഹം വേണ്ടെങ്കിലോ? അതൊരു ഭയങ്കര സിറ്റുവേഷനാണ് കേട്ടോ. ഇഫ് യു വാണ്ട് ടു ബി ലവ്ഡ്, ലവ് ആൻഡ് ലവബിൾ. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ലവബിൾ ആയിരിക്കണം.
നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇറ്റ് യൂഷ്വലി ലസ്റ്റ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നമുക്ക് ഫസ്റ്റ് സൈറ്റ് തോന്നുന്നത് ലസ്റ്റാണ്, ആ ലസ്റ്റാണ് പിന്നെ ലവ് ആയിട്ട് മാറുന്നത്. അതൊരു മാജിക്കൽ ഫീലിംഗ് ആണ്. ലവ് എന്ന ആ മാജിക്കൽ ഫീലിംഗ് അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്യാവുന്നതാണ്. 2239567621. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ നിഖിൽ, ഹായ്. നിഖിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണോ? അല്ല അല്ലേ, ഓക്കെ തേർഡ് ഇയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിഖിൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് ഇന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിഖിലിന് ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ്. നീ സ്നേഹിക്കുന്ന ആ കുട്ടി നിൻ്റെ സ്നേഹം തിരിച്ചറിയട്ടെ. അപ്പോൾ നിഖിൽ സ്നേഹിക്കുന്ന ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിഖിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സോങ് നമുക്കൊരു മെലോഡിയസ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലബ് FM 20 ആൻഡ് യു ആർ വിത്ത് RJ അഞ്ജന. നമ്മളിപ്പോൾ നിഖിലിന് വേണ്ടി നല്ലൊരു സോങ് അവൻ ആഗ്രഹിക്കുന്ന ആ കുട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയത്തെക്കുറിച്ചിട്ടാണ്. ചില സമയങ്ങളിലൊക്കെ പ്രണയം നമുക്ക് പോലും മനസ്സിലാവാത്ത ഹൃദയത്തിനുള്ളിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായി മാറും. ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവില്ല, നെയ്ത് കൂട്ടുന്ന സ്വപ്നങ്ങൾക്ക് അറ്റം ഉണ്ടാവില്ല. പല സാഹിത്യകാരന്മാരും വ്യക്തികളും വാഴ്ത്തി പാടിയിട്ടുണ്ട്, നിശബ്ദമായ പ്രണയം ഒഴുക്കില്ലാത്ത അരുവ് പോലെയാണെന്ന്. ഓർഷയുടെ തുണ്ടുകടലാസിൽ പതിഞ്ഞിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് പ്രണയിക്കുന്ന രാജകുമാരനായിരുന്നു കൗമാരത്തിൽ അദ്ദേഹമെന്ന്. പലരും അവരുടെ സ്നേഹം അത് തുറന്നു പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അത് തുറന്നു പറയാൻ പേടി കൊണ്ടാണോ എന്തോ ഒരു അവരുടെ അടുത്തുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമെന്നാണ്, അവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ കരുതി അവരത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് വെക്കും. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം, എന്തായാലാണ് അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിഖിലിനെ പോലെ അത് തുറന്നു പറയണം. നമ്മൾ നേരത്തെ വിളിച്ച് നിഖിൽ പറഞ്ഞു അവനൊരു കുട്ടീനെ ഇഷ്ടമാണ് എന്ന്. അപ്പം അതുപോലെ ആ ഇഷ്ടം നിങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയുക. അവർ റിജക്റ്റ് ചെയ്താലും അത് ഒരു റിജക്ഷൻ ആണെങ്കിലും നിങ്ങൾ തളരരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ 1 വർഷമോ 2 വർഷമോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ അവരുടെ മനസ്സലിയും. അവർക്ക് നിങ്ങളടുത്ത് യൂഷ്വലി ആ സ്നേഹം അല്ലെങ്കിൽ ആ ഫീൽ, ആ മാജിക്കൽ ഫീൽ തോന്നിയിരിക്കും. അതിന് വേണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ലവിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം 22395676. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ഹായ് അഖില. ഓക്കെ, അഖില ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ, പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, അഖിലയ്ക്ക് പ്രണയിക്കാൻ ആഗ്രഹമില്ല, പ്രണയിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണ്? ഓക്കെ, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. തീർച്ചയായിട്ടും അഖിലയ്ക്ക് പ്രണയത്തിൽ വിശ്വാസമില്ല. ഓക്കെ, അത് ശരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ഒരാളെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് അറ്റാക്ക്, പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അതുകൊണ്ടാണ് വിശ്വാസമില്ലാത്തത്. പക്ഷെ അതല്ല, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അഖില പറഞ്ഞ ആൾക്കാരുണ്ട്, അതൊരു 0.1%. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി നമുക്കൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലബ് FM 20 ആൻഡ് യു ആർ വിത്ത് RJ അഞ്ജന. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നുണ്ടായിരുന്നത് നമ്മുടെ
അഖിലേനോടാണ്. അപ്പോൾ അഖില പറഞ്ഞു അഖിലയ്ക്ക് ലവിൻ്റെ അടുത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ലവിൽ കുറേ പേര് എന്താണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് വെച്ചാൽ ആസിഡ് അറ്റാക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ലവ് എന്ന്. കുറച്ച് പേര് അങ്ങനെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമുക്ക് ഒരാളുടെ ലവ് പിടിച്ച് പറിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ലവ് ഒരു മാജിക്കൽ ഫീലിംഗ് ആണ്. അത് നമുക്ക് ഒരാളുടെ അടുത്ത് തോന്നേണ്ടതാണ്. അതൊരിക്കലും വലിച്ചു പറിച്ച് വാങ്ങിക്കേണ്ട ഒന്നല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു സൂൺ. ദിസ് Club FM 20 and winding up with Anjana